ഞങ്ങളുടെ സഭയിലുള്ള ഒരു വേണുച്ചേട്ടനുണ്ട്, ഓട്ടോ ഓടിക്കുന്ന 10-30 വർഷങ്ങളായിട്ട് ഓട്ടോ ഓടിക്കുന്ന വേണുച്ചേട്ടൻ്റെ ഓട്ടോ കണ്ടെത്തിയിട്ടുണ്ട്. ലോഗോസ് എന്നാണ് ഓട്ടോയുടെ പേര്. വേണുച്ചേട്ടാ, ഒരു ഓട്ടം പോയേക്കാം. വചനം എന്നുള്ള അർത്ഥത്തിൽ ലോഗോസ് എന്നാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ടിരിക്കുന്നത്. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്കലാണ് ഈ ഓട്ടോ കിടന്ന് ഓടുന്നത്. വേണുച്ചേട്ടന് വലിയൊരു കഥ പറയാനുണ്ട്. ഈ തിരുവല്ലയിൽ 38 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുകയാണ്. ഈ തിരുവല്ലയുടെ പട്ടണത്തിൻ്റെ കഥകളൊക്കെ ഒത്തിരി അദ്ദേഹത്തിന് പറയാനുണ്ട്. പറയാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, പറയാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. എനിവേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. മാത്രവുമല്ല, അദ്ദേഹം സഭയിൽ അംഗമായതും ആത്മീയമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതും ഇടക്കാലത്ത് അദ്ദേഹം പിന്മാറിപ്പോയി, വലിയൊരു മദ്യപാനിയായി മാറി. ആ കാലഘട്ടത്തിൽ ജീവിതം തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ. ഒടുവിൽ ഭാര്യയും 2 മക്കളെയും ചേർത്ത് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുവാനായിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ദൈവം അദ്ദേഹത്തിന് വലിയൊരു രൂപാന്തരം കൊടുത്തു. ഇന്ന് സഭയിലെ ഏറ്റവും സജീവ അംഗങ്ങളിൽ ഒരാളാണ് പ്രിയ വേണുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് പറയുവാൻ പോവുകയാണ്. അല്പം കഴിയുമ്പോൾ അടുത്തെവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് നമുക്ക് ആ കഥ പൂർണ്ണമായിട്ടും കേൾക്കാം അദ്ദേഹത്തിൽ നിന്ന് തന്നെ. ഓക്കെ, വേണുച്ചേട്ടൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പം 38 വർഷമായി. 38 വർഷമായിട്ട് തിരുവല്ലയിൽ തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നത്. പുറത്തോട്ടൊന്നും പോകണമെന്ന് തോന്നിയിട്ടില്ല? പോയായിരുന്നു 3 വർഷം. എവിടെ പോയി? അബുദാബിയിലുണ്ടായിരുന്നു 3 വർഷം. 2000 മുതൽ 2003 വരെ. ഓ, ശരി. അബുദാബിയിൽ എന്തുവായിരുന്നു ജോലി? അബുദാബിയിലൊരു കാറ്ററിംഗ് ഡിവിഷനിലായിരുന്നു. വണ്ടി ഓടിക്കലും പരിപാടിയൊന്നും അല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ അബുദാബി പോകുന്നതിന് മുമ്പും പിന്നെ ഇവിടെ തിരുവല്ലയിൽ ഓട്ടോ ഓടിക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടും വണ്ടി ഈ അബുദാബി പോയിട്ട് വന്നു കഴിഞ്ഞാണോ സ്വന്തമായിട്ട് ഓട്ടോ വണ്ടി ആകുന്നത്? അല്ല, അതിന് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ലോണിന് എനിക്കൊരു വണ്ടി കിട്ടിയായിരുന്നു. അപ്പോൾ കിട്ടി ഒരു 3 വർഷം ആയപ്പോഴത്തേക്കാണ് ഒരു സുഹൃത്ത് വിസ അയച്ചു തന്നു. അങ്ങനെ കയറി പോകാൻ. ഈ നമ്മുടെ ഇടയിൽ ഈ പിന്നെ ഓട്ടോക്കാരെ കുറിച്ച് പൊതുവിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര വഴക്കാളികളാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു മോശമായിട്ട് ഇടപെടുന്നവരാണെന്നുള്ള ഒരു ചിന്ത പൊതുവിലുണ്ട്. അപ്പം തന്നെ ഓട്ടോക്കാരെയാണ് ഏത് കാര്യത്തിനും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടി വരുന്നത് ഓട്ടോക്കാരാണ്. പക്ഷേ ഈ ആളുകളുടെ ഇടയിൽ ഇങ്ങനൊരു ധാരണ ഉണ്ടാകാൻ കാരണം എന്തുവാ? കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, മദ്യപിക്കുന്നവരിത് ചെറിയ കവലയിലെ എല്ലാ പ്രശ്നങ്ങളും കയറി ഇടപെടും. അപ്പം ഒരു പൊതുവെ കാഴ്ചപ്പാടി വരുമ്പം എല്ലാ അലുക്കുലത്തിനകത്തും ഓട്ടോക്കാരുണ്ട് എന്നുള്ള ഒരു ഇതില്ല. മനസ്സിലായി. അവര് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനോ ചെയ്യുന്ന സേവനത്തെക്കാട്ടി കൂടുതൽ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളുകളാണ് ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓട്ടോറിക്ഷ 38 വർഷമായിട്ട് ഓടിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഓർമ്മ നിൽക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, അതായത് ഒരു ടൗണിൽ കിടന്ന് ഓടിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മനസ്സിൽ തട്ടുന്ന അങ്ങനത്തെ 1-2 അനുഭവങ്ങൾ പറയാമോ? അനുഭവം പറയാനാണ് 2 അനുഭവങ്ങൾ ഇപ്പോഴും എപ്പോഴും ഒരു ചിരിതമാശ പോലെ ഉണ്ടാകുന്നൊരിതാണ്. ഒരു ദിവസം അർദ്ധരാത്രി ഞാൻ രാത്രി നൈറ്റ് ഓടുമായിരുന്നു. കാരണം ഓട്ടം കുറവായതുകൊണ്ട് രാത്രി കൂടുതൽ സമയം ഓടുമായിരുന്നു. അപ്പം അന്ന് പറഞ്ഞ 2008 കാലഘട്ടം, എൻ്റെ ആ 8 കാലഘട്ടത്തിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തായ സമയത്ത് ഞാനൊരു 2 വർഷത്തോളം ഭാര്യ വീട്ടിൽ താമസിച്ചു നിരണത്ത്. അപ്പോൾ ആ നിരണത്ത് രാത്രി ഇങ്ങനെ അപ്പം ഞാൻ സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ ആ റൂട്ടിലോട്ടൊരു ഓട്ടം കിട്ടുമ്പം പോകുന്ന ഒരു ചാൻസ് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അന്നേരം ഒരു നിരണത്തിന്റെ ഒരു ഓട്ടം കിട്ടിയാൽ പിന്നെ വീട്ടിൽ പോയി കിടക്കാമോ അല്ലെങ്കിൽ പരിമലയോ ആ റൂട്ടിലോട്ട് ചിലപ്പോൾ അടുത്തുമായിരിക്കും കിട്ടും, അന്നേരം പൊടിയാടി വരെ കിട്ടുമല്ലോ എന്നുള്ളത് വെച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ അന്നേരം ആ കിട്ടുന്നത് ഒരു മിച്ചത്തിലൊരു ബാലൻസും കൂടെ ആവും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ചിലപ്പം കുറേ കൂട്ടത്തിൽ കിടക്കുന്നവരും അങ്ങോട്ട് വല്ലതും ആണ് എനിക്ക് നന്നേക്കണേന്ന് പറഞ്ഞ് ഓട്ടം വാങ്ങിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് പോകുന്ന ആ സമയത്ത് ഒരു ദിവസം രാത്രി 12:30, ഒരു ഡിസംബറൊക്കെ ആണെന്ന് തോന്നുന്നു, 12 മണി 12:30 ആയി. ഞാൻ നിരണംപള്ളി കഴിഞ്ഞു ഒരു വളവ് വരുമ്പോൾ ഒരു ഇന്നോവ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പം
ആ ഇന്നോവ എന്നെ കണ്ട് സഡൻ നല്ല ബ്രേക്ക് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ എനിക്ക് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഓട്ടോയ്ക്ക് നല്ല ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കർട്ടൻ ഇട്ടു. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ 2 കർട്ടൻ ഇട്ടിരിക്കുക. ഈ ഇന്നോവ വളവിന് വന്ന് നിർത്തുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന അന്നേരം ഇരുന്ന ഒരു പുത്തൻ വണ്ടിയാണ്, പുത്തൻ ഒരു ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിൽ കൂടെ നോക്കി ഈ വണ്ടി സഡൻ വന്ന് എതിരെ വന്ന വണ്ടി പെട്ടെന്ന് തിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇത് എന്നെ കണ്ടുകൊണ്ട് തിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനപ്പോൾ ഈ വണ്ടി ഫീൽഡൊക്കെ ആകുമ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ചില സമയം സൈഡ് കൊടുക്കാത്തതൊക്കെ വരുമ്പം ഒരു ഈശാഘോഷമൊക്കെ ഉണ്ടാകാം, സ്വാഭാവികം, അതെപ്പോഴും ഉണ്ടാകാറുള്ള. അപ്പം ചിലപ്പോൾ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലായിരിക്കും, ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് വല്ല വാടാപോടാ വിളിക്ക് വല്ലതും വെച്ചായിരിക്കും എൻ്റെ വണ്ടി കണ്ടുകൊണ്ട് എന്നെ തല്ലാൻ വരുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഒരൊറ്റ വിടിയില്ല. അപ്പോൾ എൻ്റെ വണ്ടി പുത്തൻ വണ്ടി ആയതുകൊണ്ട് നല്ല സ്പീഡാണ്. ഈ ഇന്നോവയും അവിടെ ഇട്ട് നേരെ ഓപ്പോസിറ്റ് വന്ന വണ്ടിയാണ്, അവിടെ ഇട്ട് തിരിച്ചിട്ട് എൻ്റെ പുറകെ വരിക. അപ്പം ഞാനിങ്ങനെ വിട്ടു പോകുമ്പോൾ, അപ്പോൾ 2.5 കിലോമീറ്റർ ഉണ്ടല്ലോ, വിട്ടു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓർത്ത് എന്നാൽ ഇനിയും ഭാര്യ വീടിൻ്റെ വാതുക്കെ ചെന്ന് അടി കൊള്ളണ്ട, എന്നാൽ ഇവിടെ കാണും വെട്ടമുള്ളിടത്ത് നിർത്താം എന്നും പറഞ്ഞ് ഞാൻ നിരണംപള്ളി ആ ഡക്ക് ഫാമിൻ്റെ അവിടെ ഒരു കുരിശുണ്ട്, കുരിശിൻ്റെ അവിടെ വണ്ടി നിർത്തിയപ്പം കറക്റ്റ് പുറകെ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഒപ്പത്തിന് ഈ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് 4 ഡോറും തുറന്ന് 4 സൈഡിൽ കൂടെ ആളിറങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് പോലീസുകാരാണ്. എനിക്ക് അപ്പം നോക്കിയപ്പം ഒരു SI ചാർജിലുള്ള പാർട്ടി എന്നെ അറിയാവുന്ന ആള്, അതിനകത്തിരിക്കുന്ന 2-3 പോലീസുകാരും എന്നെ അറിയാവുന്ന. നീ ആവുന്നോടാന്ന് ചോദിച്ചു, നീ എന്നോടാ ഇങ്ങനെ ഇത്രയും സ്പീഡ് വന്നു. ഞാൻ പറഞ്ഞു സാറേ തണുപ്പായിരുന്നു. അപ്പോഴത്തേക്ക് ഈ എന്നാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇവര് വണ്ടിക്കകത്ത് പൊക്കി നോക്കി, ലാത്തി കൊണ്ട് തോട്ടി നോക്കി, അവിടെ ടോർച്ചൊക്കെ അടിച്ച് നോക്കി, അല്ല കിന്നാസോ ഒക്കെ ഉണ്ടോ അപ്പം ഈ സ്പിരിറ്റിന്റെ കടത്തൊക്കെ ഉള്ള സമയം നമ്മൾ അറിയുന്നില്ലല്ലോ, സാഹചര്യം നേരത്തെ അതുപോലെ. അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, നീ എന്നോടാ വിട്ടു വനത്തി സ്പീഡ് പോരുന്നു. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ അവിടെ വളവിനിട്ട് തിരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഞാനോർത്ത് വണ്ടി ഫീൽഡൊക്കെ അല്ലേ, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പകൽ ഈശാഘോഷം ഉണ്ടാകുന്നുണ്ട്, വല്ലവരും തല്ലാൻ വരുന്നതായിരിക്കും എന്ന് ചോദിച്ചു ഞാൻ വിട്ടുപോരും. എന്നാൽ വിട്ടുപോയി വീട്ടിൽ ചെന്ന് നിങ്ങൾ എൻ്റെ പുറകെ വരും, വീട്ടിൻ്റെ വാതിക്കലിട്ട് ഭാര്യ വീടിൻ്റെ ബന്ധുക്കാരും അവിടെ ഇവിടെയൊക്കെ അവരെല്ലാവരും ഉണ്ട്, അവിടെ ചെന്ന് 2 അടി കൊള്ളണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെട്ടത്ത് നിർത്തി. അപ്പോഴത്തേക്ക് അവരും അങ്ങ് ചിരിച്ചു, ഞാനും ചിരിച്ചു. എന്നാൽ ശരി പൊക്കോളാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് ഇവിടെ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഭാര്യ വീട്, ഞാനിവിടെ ഇപ്പോൾ 2-3-4 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നു പറഞ്ഞു. അങ്ങനെ പോയ അനുഭവം. വേറെ എന്തുവാ പറയാ? വേറെ എന്ന് പറഞ്ഞാൽ അതൊരു മദ്യപാനത്തിൻ്റെ കഥയാണ്. മദ്യപാനത്തിൻ്റെ കഥയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പിള്ളേർ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ മാർത്തോമാ കോളേജിലെ പിള്ളേർ സെറ്റ് എപ്പോഴും ഒരു എനിക്ക് തോന്നുന്നൊരു 8-9 വർഷത്തോളം 10 വർഷത്തോളം ആ കോളേജിൽ പിള്ളേരുടെ ഓട്ടം. രാവിലെ 8-9 മണിയാകുമ്പോൾ പിള്ളേർ കോളേജിൽ വന്ന്, അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ കോളേജിലോട്ട് ഓട്ടം വിളിക്കും, അവർ ഇവിടെ നിൽക്കുക, നമുക്ക് ഇവിടം വരെ പോകണമെന്ന് പറയും. ഞാനൊന്നും അറിയത്തില്ല, നമുക്ക് വണ്ടി ഓടിക്കുമല്ലേ. അപ്പോൾ അന്നത്തെ ഒരു ബലഹീനത എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കണമെന്നുള്ളൊരു, അപ്പം ഈ വിളിക്കുന്നവരും മദ്യപിക്കുന്ന കൂട്ടർ പിള്ളേരായിരിക്കും. അപ്പോൾ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ കൂടി ഇന്ന് 2 അടിക്കാം എന്നുള്ളത്. അപ്പം മദ്യപിക്കുക, 2 അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ കൂട്ടുകാരും പിള്ളേരും കൂടി ഒരു സിനിമ കാണും, അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇവർ നിൽക്കാൻ പറഞ്ഞു. വെച്ച് ഞങ്ങളെ കുറച്ച് ഒരിടത്ത് കയറി കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് വേറൊരിടത്ത് പോയി കുടിച്ചു കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് രാവിലെ ഒരു ഷോ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പം ഇവർക്ക് പിള്ളേർക്ക് ഇച്ചിരി 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ചെന്നാൽ മതി. അവർ തന്നെ ഓരോന്ന് പ്ലാൻ അണിഞ്ഞ് ചെയ്യുന്നത് ഞാൻ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണെന്നുള്ളത് അന്ന് വണ്ടി ഓടിക്കുന്നു. അപ്പം ഇവർ അവിടെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് കുമരകത്തിന് പോകാമെന്ന് പറഞ്ഞു. കുമരകം കാണാം. എന്നാൽ ഞാൻ ഓർത്ത് കോട്ടയം കുമരകത്തിന് പോകാൻ പോകുമ്പോൾ അന്ന് വെള്ളപ്പൊക്ക സമയമാണ്. കോട്ടയം കഴിഞ്ഞു അങ്ങ് കുമരകം സൈഡിലോട്ടാകുമ്പോഴത്തേക്ക് റോഡെല്ലാം വെള്ളം കയറി. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം വരുമ്പോൾ ഞാനും വരും, മദ്യപിച്ചിട്ടിരിക്കുക. അവർ പറഞ്ഞ് സൈഡ് പറഞ്ഞു തരാം, പോട്ടെ എന്നും പറഞ്ഞ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, പറ്റത്തില്ല, വെള്ളമാണ്, ഒക്കത്തില്ല, നമ്മൾ വഴി കിടക്കും, അതാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയ കൂട്ടത്തിൽ റോഡ് ശകലം മാറി ഒരു ഫ്രണ്ട് വീല് റോഡിൻ്റെ കുഴിയിലോട്ട് ഇറങ്ങി. നമുക്ക് പരിചയമില്ലാത്ത റോഡ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഒറ്റക്കിടക്കുക. ഈ റോഡും കാണത്തില്ല, ഓട്ടോ മാത്രമേ കാണത്തുള്ളൂ. അക്കരയൊക്കെ ഈ കരയ്ക്ക് വയ്ക്കുന്ന വീടുകളും കാണാം. അപ്പോൾ ഇവർ ശരി ഞങ്ങൾ പൊക്കിത്തരാമെന്നും പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേര് ഇറങ്ങി പൊക്കുന്ന കൊള്ളാം, പൊക്കിയിട്ട് വിടരുത്, പൊക്കി ബാക്കിലോട്ട് തള്ളണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിലിരിക്കുന്നു, വണ്ടിയിൽ ഇറങ്ങി എന്നിട്ട് ഞാനും പയ്യതാണ്. പക്ഷേ ഇവർ പൊക്കും, വണ്ടി അങ്ങ് വിടുന്നുണ്ട്, വണ്ടി ഇച്ചിരിയും കൂടെ കുഴിയിലോട്ട് പോകും, ഇച്ചിരിയും കൂടെ കൂടും. അപ്പോൾ ഈ ഒരു പിടുത്തവും വണ്ടി പൊക്കലും അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ് ആ വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പം
ദൂരെ നിന്ന് ആൾക്കാർ കണ്ടിട്ട് ആ കരയിൽ നിന്ന് ആൾക്കാർ നീന്തി വരും. അവർ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കുറച്ച് പേര് നീന്തി വരിക. നീന്തി എൻ്റെ അടുക്കെ വന്നിട്ട് അവർ എന്നോടൊന്നും ചോദിക്കുന്നില്ല. ആഹാ, ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വെള്ളത്തിൽ മുക്കുവാടോ എന്ന് ചോദിച്ചു ഓരോ അടി ഇവർക്കിട്ട് കൊടുത്തു. ഈ കൂട്ടുകാർക്ക് കൊടുത്തു. അപ്പം ഞാനോർത്ത്, അയ്യോ അവർ നിരപരാധി ആണല്ലോ, നിങ്ങൾ അത് അയ്യോ ചെയ്യല്ല, അവർ അടിക്കല്ലേ, അവർ എൻ്റെ കൂട്ട്, ആഹാ നീ ഒത്തോണ്ടാന്ന് പറഞ്ഞ് ഒരെണ്ണം എനിക്കും തന്നു. അപ്പോൾ അതൊരു വലിയൊരു, കാരണം അവരെ നമ്മളെ കൂട്ടുകാരെ രക്ഷിക്കാനും അവർ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ അതിപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയൊരു തമാശ. ഓക്കെ. പിന്നെ ഈ രാത്രിയൊക്കെ ഓട്ടം ഒരു ടൗണിൽ കിടന്ന് ഓടുമ്പോൾ ആ ടൗണിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് കാണുമല്ലോ. ഏറ്റവും കൂടുതൽ അറിവുള്ളത് ഈ ടൗണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുകയും അല്ലേ? അപ്പോൾ ഇപ്പോൾ തിരുവല്ല ടൗണിൽ ഓടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ തിരുവല്ല ടൗണിൻ്റെ രാത്രി കാഴ്ചകൾ എന്തൊക്കെയാണ്? രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർ കാണാത്ത ഒരു ഓട്ടോക്കാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തുവാ കാണുന്നത്? പലതും നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ പുറമെ ഒന്നുകൂടെ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറയാമെങ്കിൽ ഈ മോഷണത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി പറയാം. കാരണം മോഷണം ഒരു നല്ല ഗ്യാങ് തന്നെ തിരുവല്ല ടൗണിൽ അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതായത് ഈ കടത്തിണ്ണെ കിടക്കുന്ന തറമക്കാരെ ഉൾപ്പെടെ, അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് വഴിതെറ്റി വരുന്നവരും വണ്ടി കിട്ടാത്തവരെ ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു ഇത് ഇപ്പോഴും ഉണ്ട്. ഒത്തിരി പേര് ഗാങ് ഇവിടുത്തെക്കാർ തന്നെ ആകണമെന്നില്ല, പുറത്തുനിന്ന് ആൾക്കാർ വരും. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ പിടിച്ചൊരു കാര്യത്തിന് എനിക്കും അതിനകത്ത് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുക, ഒരു 9:10 10 അപ്പോൾ അന്ന് അതും ഈ പറഞ്ഞ പോലെ 11:30 ആയപ്പോൾ അന്ന് ഞാൻ നെടുമ്പുറത്ത് വീട്ടിൽ താമസിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം വൈകി ഓടും, കാരണം എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടണമല്ലോ, കിട്ടിയെങ്കിലേ അന്നത്തെ ഇടം ഒപ്പിക്കാനൊക്കെ ഒരു ദിവസത്തേടം കൊണ്ട് മുമ്പോട്ട് പോകാനൊക്കെ. അങ്ങനെ കിടന്നപ്പോൾ ഞാനൊരു ദിവസം കിടന്നപ്പോൾ ഒരാൾ ഓടി വന്നു, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, ഒരു 19-20 വയസ്സിന് താഴെയുള്ളൊരു പയ്യൻ. അണ്ണാ இந்த മാവേലിക്കരക്ക് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 9 മണിക്ക് ലാസ്റ്റ് വണ്ടി, അത് പോയി കഴിഞ്ഞാൽ ഇനി വണ്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി അവിടെ തന്നെ ഇന്ന് ഫോൺ ചെയ്തോണ്ട്, അയ്യോ എനിക്ക് വണ്ടിയില്ല, ഞാൻ ഓട്ടോയ്ക്ക് പെറിയ കാസാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ നിന്ന് കഴിഞ്ഞ് എനിക്കൊരു ചെറിയൊരു ഓട്ടം കിട്ടി. ഞാൻ തിരിച്ച് വീണ്ടും അവിടെ വന്നു. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോഴത്തേക്കൊരു 1/4 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഓട്ടം ഫസ്റ്റിൽ നിന്ന് വരെ ഒരു ഓട്ടം കിട്ടി, ചെറിയ ഓട്ടമായിരുന്നു, കൊണ്ടുവിട്ടിട്ട് പിന്നെ ബാക്കി വന്ന് നിന്നിട്ട് ഞങ്ങൾ ഓട്ടം ഇല്ലെങ്കിൽ ചിലപ്പം എല്ലാവരും കൂടി വർത്തമാനം പറയാനായിട്ട് ചിലപ്പോൾ അടുത്ത് ഓട്ടോക്കാരൊക്കെ കൂടി നിൽക്കുന്നിടത്തോട്ട് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പം ഇതേ വണ്ടി ചോദിച്ച ആൾ ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു, നമ്മുടെ ബസ് സ്റ്റാൻഡിനോട് അടുത്ത് വരുന്നു. നോക്കുമ്പോൾ എന്നോട് മാവേലിക്കര ചോദിച്ചതാണല്ലേ ഈ നടന്നു വരുന്നത്. നോക്കിയപ്പം ആ ആളെ ഞാനൊന്ന് വാച്ച് ചെയ്തപ്പം പുള്ളി ആദ്യം വന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇപ്പുറത്ത് ഒരു കടത്തിണ്ണെ കിടക്കുന്ന ഒരു അപ്പച്ചൻ്റെ അടുക്കെ പോയിരുന്നു. ഞാനപ്പോൾ പുള്ളിയെ വാച്ച് ചെയ്യുക. മാവേലിക്കരയ്ക്ക് ബസ് ചോദിച്ച ആളെ ഇങ്ങനെ കറങ്ങി നടക്കും. ആ കിടക്കുന്ന ഒരു ധർമ്മക്കാരൻ്റെ അടുക്കെ പോയി പുള്ളിയുടെ തലക്കീഴിലായിരുന്നു പുള്ളി സഞ്ചി പോലെ വെച്ചത്. ആ സഞ്ചിയെ പിടിച്ച് വലിക്കുന്നതാണ്. വലിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി എല്ലോ ഗുജോക്കോ ചെയ്യുന്നു പറഞ്ഞ പുള്ളി പാണ്ടിക്കാരനാണ്. അപ്പം ആ പുള്ളി ചാടി എണ്ണീറ്റ് ഇന്നിച്ച് ഇവനെ ഏതാണ്ട് പള്ളി പറഞ്ഞു. പുള്ളി അവിടുന്ന് എണ്ണീച്ചു. ആരും ശ്രദ്ധിക്കാത്ത പ്ലാനിൽ അങ്ങ് നടക്കുക. നടന്ന് വീണ്ടും ആ പെട്രോൾ പമ്പിൻ്റെ ഇപ്പുറത്തെ വേറൊരു കടത്തന്നെ വേറൊരുത്തന്നെ കിടപ്പുണ്ടായിരുന്നു. അവിടെ പോയിരുന്നു ആ പുള്ളിയും ഏതാണ്ട് സഞ്ചി അങ്ങോട്ട് പിടിക്കുക ചെയ്തപ്പോൾ പുള്ളിയും ഉണന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഗോവിന്ദൻ ചേട്ടൻ്റെ കടയുടെ ഇപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ചെറിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതൊരു ബെസ്റ്റ് ബേക്കറി ഒക്കെ ആയിട്ട് വയ്ക്കുക. അപ്പോൾ ആ ബേക്കറിയുടെ അവിടെയും 2 പേര് കിടപ്പുണ്ട്. പുള്ളി ഒരാടെടുക്കെ പോയിരുന്നു. അപ്പോൾ ഒരാടെടുക്കെ ഇപ്പുറത്ത് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ആടെ സഞ്ചി ഇങ്ങനെ കടത്തിണ്ണയിലോട്ട് ഇങ്ങനെ ഷീറ്റിലോട്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുക. അതിനകത്ത് കൈയിട്ടിങ്ങനെ തപ്പി നോക്കുമ്പോൾ ഞങ്ങളിത് കാണുന്നുണ്ട്. ഞാനിത് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ഓട്ടോക്കാർ കൂട്ടുകാരെ വല്ലതും വിളിച്ചിട്ട് അത് കണ്ടോ, ആ പുള്ളിയുടെ ബാഗിൽ ഒരുത്തൻ തപ്പുന്ന കണ്ടോയെന്ന് ചോദിച്ചു. തപ്പുന്ന കണ്ടോയെന്ന് പറയുകയും ഈ വണ്ടിക്കാർ അവനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയും ഇവൻ ഓടി അപ്പുറത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ വഴിയിലോട്ട് കയറി അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് നേരം നോക്കി അവിടെ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ആ വഴി അങ്ങോട്ട് പോയാൽ പരിചയമില്ലാത്ത ആളാണെങ്കിൽ അപ്പുറത്ത് പോകാനൊക്കത്തില്ല. ഇനി ഈ ആൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും, കർഷകൻ്റെ ആ പറമ്പിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കാട്ടിലെങ്ങും പോയി തപ്പണ്ട, ഒരു കാര്യം ഇപ്പുറത്ത് വന്ന് സ്റ്റാൻഡിൽ വന്നു, അങ്ങോട്ടൊരാൾ വാച്ച് ചെയ്താൽ അവൻ ഇറങ്ങി വരുമെന്ന്. അത് കഴിഞ്ഞൊരു
3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓട്ടം എൻ്റെ വീടിൻ്റെ സൈഡിലോട്ട് പോയി. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. പോയി ചെന്നു വീട്ടിൽ കയറി ഞാൻ വണ്ടി ലോക്ക് ചെയ്തു. കഥ തുറക്കാനായിട്ട് ഡോർ തുറക്കുന്ന വീട്ടിൽ നിന്ന് വിളിച്ച് കഥ തുറക്കുന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് ടൗണിൽ നിന്നൊരു ഫോൺ വന്നു. വെച്ചിട്ട് പുള്ളി അപ്പോൾ അവനെ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ മഹാലക്ഷ്മിയുടെ കടത്തിണ്ണെ പോയി കമന്നങ്ങ് കിടന്നു. അപ്പോൾ അവിടെ ഈ ഓടിപ്പോയി കമന്ന് കിടക്കുമ്പം അവിടെ വാച്ച്മാൻ സെക്യൂരിറ്റി അവിടെ ഒരാളിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല. ആ പുള്ളിയുടെ എടുക്കല പോയി ഇരുട്ടത്ത് പോയി കിടന്നു. ഇവർ വണ്ടിക്കാർ ഓടിച്ചപ്പോൾ ഇവൻ അവിടെ കിടക്കുക. പിടിച്ചപ്പോൾ ഒരു പയ്യനാ സംഭവം ഈ മോഷണം. അപ്പോൾ ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മദ്യപിച്ചിട്ട് അബോധാവസ്ഥ കിടക്കുന്നവരെ ഒക്കെ മോഷണം ചെയ്യുന്ന ഒരു ആളുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം അത് ഒരു കാര്യമുണ്ട്, അവർക്കതുപോലെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, അവർ സ്ഥിരം ആക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു കുറേ ഇതുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ ഓട്ടോ ഓടിച്ച കാലഘട്ടത്തിനിടയിൽ ഒത്തിരി ആളുകൾ ഈ വളരെ നമ്മളോട് മോശമായിട്ട് ഇടപെട്ട ആളുകളൊക്കെ ഇല്ലേ? ഓട്ടോക്കാരെ വെറുതെ വഴക്കുണ്ടാക്കുന്ന ആളുകളൊക്കെ ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തു ചെയ്യുന്നത്? അങ്ങനെ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇച്ചിരി ദേഷ്യക്കാരനാണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. പിന്നെ അത് ദേഷ്യപ്പെട്ട് ഇപ്പം ഞാൻ ഒരാളോട് ഇപ്പം ഇന്നടത്ത് പോകാൻ എത്ര രൂപയാകും, ഇത്ര രൂപ ആകുകയെന്ന് ചോദിച്ച ആൾ ഞാൻ പറഞ്ഞു എനിക്കല്ല കാശ് കുറവാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. കാശ് കുറവാണ് വരത്തില്ല, ഞാൻ കിലോമീറ്ററിൻ്റെ പൈസയാണ് ചോദിച്ചത്. ആ ചോദിച്ച ആൾ ജോയിൻ്റ് ആർട്ടിയോടൊക്കെ പരാതി കൊടുത്തു. ഞാൻ കൊണ്ടുപോയില്ല ആളെ, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ നമ്പർ വെച്ച് പറയാൻ കൊടുത്തു. അതിന് ഓട്ടം പോകുന്നതിന് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ജോയിൻ്റ് ആർ ടി ഒ സാർ എന്നെ വിളിച്ചു. ഇന്ന ആൾ വേണുപോലാണോ അന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. വെച്ചപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെ ഇത്ര കിലോമീറ്ററും പറയാൻ ഞാൻ ആ ചാർജ് ചോദിച്ചു. ഞാൻ അതാണ് എല്ലാവരും വരാനൊക്കത്തില്ല, അതങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു. നമുക്ക് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ ഒന്ന് എതിർത്ത് പറയാനൊക്കത്തില്ല. കാരണം എതിർത്ത് പലവട്ടം പറഞ്ഞ സമയത്തൊക്കെ ന്യായമെന്നുള്ളത് അവർക്ക് പിന്നീടും അന്നേരം അറിയാം. പക്ഷേ അവർ എനിക്ക് പെറ്റി തന്നിട്ടുണ്ട്, ഞാൻ ആ പെറ്റി അടച്ചിട്ടുണ്ട്. അത് 2 ജോയിൻ്റ് ആർ ടി ഒമാരുടെ അടുക്കൽ വളരെ മാന്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ, കാരണം ഒരു ഓട്ടോറിക്ഷക്കാരനോട് ആ ഉദ്യോഗസ്ഥനോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അവരുടെ നിയമത്തിൻ്റെ ഭാഗമായിരിക്കും അവരെന്നോട് എനിക്ക് പെറ്റി തന്നിട്ടുണ്ട്. സംസാരിച്ചതിൻ്റെ പേരിൽ വേറെ അസഭ്യമായിട്ട് വർത്തമാനമോ ഉദ്യോഗസ്ഥനെയോ അല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിപ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചു, സാറേ എൻ്റെ ഭാഗം എന്താണ് ഇന്നതാണ് എന്ന് പറഞ്ഞു. അത് ധിക്കാരമായിട്ടല്ല, അങ്ങനെ എന്നോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ അങ്ങനെ സംസാരിക്കാവോ എന്നും ചോദിച്ചുകൊണ്ടുള്ള ഭാവത്തിൽ 2 പ്രാവശ്യം ഞാൻ പെറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ അടുക്ക ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലും മിണ്ടാതിരിക്കും, അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കും. കാരണം തിരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പെറ്റി വരും. അപ്പോൾ പെറ്റി വരാതിരിക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. പോലീസ് നമ്മളെ ഉപദ്രവിക്കാറുണ്ടോ? പോലീസൊക്കെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം വെച്ചാൽ ഇന്നത്തെ തിരുവല്ലയെ സംബന്ധിച്ച് സമ്പന്നരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് കിടക്കാൻ നിയമപരമായിട്ടൊക്കെ ഓരോ സ്റ്റാൻഡ് തരുന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേണ്ട മുനിസിപ്പാലിറ്റി ഒന്നും ഞങ്ങൾക്ക് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാതെ ഞങ്ങളിങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ കിടക്കുമ്പം വരുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ സിമ്പതി വേണം, ഇവരുടെ സിമ്പതി വേണമെന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കണ്ടു. ഈ കടക്കാരോടൊക്കെ ഉള്ളവർ നമുക്ക് ഒന്നും പറയാൻ, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ റോഡിൽ വന്ന് കിടന്നെങ്കിൽ ഉപജീവന മാർഗവും ആളെ കിട്ടത്തുള്ളൂ. ഇപ്പോഴും ഇന്ന് പറയുന്നുണ്ട് റോഡിൽ നിന്ന് എവിടെയെങ്കിലും പോയി കിടന്ന് എവിടെ പോയി കിടന്ന് അവിടെ നോക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മാറിക്കൂ എന്നൊക്കെ പറയും. അതൊക്കെ സംഭവം ശരിയാ, മാറുക. അപ്പം മാറിയാൽ ഞങ്ങളുടെ ഉപജീവനം അങ്ങനെ നടക്കും. മനസ്സിലായി. അത് ഒരു പഠനമില്ലാതെ പറയുന്നു. എത്രാമത്തെ വയസ്സിലാണ് ഓട്ടോ ഓടിച്ചു തുടങ്ങിയത്? 19 വയസ്സിൽ ഓട്ടോ. തിരുവല്ല തന്നെയായിരുന്നു? തിരുവല്ല തന്നെ. തിരുവല്ല ടൗണിൽ നിന്നല്ലാതെ വേറെ എങ്ങോട്ടും മാറിപ്പോയിട്ടൊന്നുമില്ല. ഓക്കെ. ഈ പിന്നെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അന്നേരം ചെറിയ ഒന്നുമില്ല, ചെറിയ ആൾക്ക് വല്ല സഹായം ഹെൽപ്പ് ചെയ്യാൻ അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ മെക്കാനിക്കലായിട്ട് പഠിക്കാൻ പോയായിരുന്നു വർക്ക്ഷോപ്പിൽ. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് 2 വീലറിൻ്റെ വർക്ക്ഷോപ്പിലൊരു പണി ഏകദേശമൊക്കെ നന്നായി വരുമ്പോഴാണ് ഇത് ഓട്ടോറിക്ഷയിൽ വരുമാനം കൂടുതലാണെന്നും പറഞ്ഞ് ഓട്ടോയിലോട്ട് പോയത്. ഓട്ടോ ഇപ്പോഴും തുടരുന്നതിൻ്റെ അർത്ഥം നല്ല വരുമാനം ഉള്ളതുകൊണ്ടല്ല? അല്ല, വരുമാനത്തിൻ്റെ അല്ല. അത് ആ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരുതപ്പെട്ടു പോകാനൊക്കത്തില്ല. അങ്ങനെ അതിനകത്ത് വെച്ചാൽ ഒരു ചെറിയ സ്വാതന്ത്ര്യം വെച്ചാൽ ഈ സകല മേഖലകളിലും ഉള്ള ജോലിക്കാർക്ക് പലരുടെ അനുവാദം വേണം എവിടെയെങ്കിലും ഒന്ന് പോകാൻ. മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണേ വണ്ടി ഒതുക്കിയിട്ട് പോകാം, അല്ലെങ്കിൽ പോകാം. എങ്ങനെ സ്വാതന്ത്ര്യം ഓട്ടോയ്ക്കകത്തുണ്ട്. മറ്റേ ഒരു കടയിൽ നിന്നാലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി അതിനകത്തൊരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാവുമ്പോൾ അതിന്റെ സമയ കാര്യങ്ങളെല്ലാം ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് കിട്ടും. ഈ ഓട്ടോ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്തുവാ? പെട്രോളിന്റെ വില കൂടുതലാണോ അതോ
അതൊരു ഭാഗമുണ്ട്, നമ്മുടെ വരുമാനത്തെ കുറയും. കാരണം കിട്ടുന്നത് പെട്രോൾ പമ്പിൽ കൊടുക്കുന്നതിനകത്ത് ഒരു വരുമാനത്തെ, പിന്നെ ഈ ഗവൺമെൻറ് നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ ചാർജ് കൂട്ടി തരുന്നത് കൊണ്ട് ഒരാശ്വാസം എന്നുള്ള, പക്ഷേ അതുകൊണ്ടൊന്നും ആകത്തില്ല. കാരണം ഇന്നൊരു 1000 രൂപ കൈ വരണമെന്നുണ്ടെങ്കിൽ 300 രൂപ 350 രൂപയുടെ പെട്രോൾ അടിക്കണം. 1000 രൂപ നമുക്ക് കൈ വരണം, ബാലൻസ് കിട്ടണമെങ്കിൽ ഒരു 350 രൂപയുടെ പെട്രോൾ അടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം അത്രയും രൂപ അങ്ങ് പോകും. അതേസമയം അന്ന് പെട്രോളിന് വില കുറവുണ്ടായിരുന്നെങ്കിൽ അതിലൊരു 200 രൂപ 250 രൂപയും കൂടെ നമ്മുടെ കൈ ബാലൻസ് ആയിട്ട് വന്നേ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ ഓട്ടോയുടെ മെയിൻ്റനൻസ് ഒരു വിഷയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ പല രീതിയിലാണ് നികുതി കൊടുക്കുന്നത്, പല രീതിയിൽ. കാരണം ഈ 1000 രൂപ കിട്ടുന്ന ഒരു ഞാൻ എന്ന വ്യക്തി, ഞാൻ ഗവൺമെൻറ്റിന് പല രീതിയിൽ നികുതി കൊടുക്കുന്നുണ്ട്. പെട്രോളിൻ്റെ ഒരു ഭാഗം നികുതി അതുണ്ട്, പിന്നെ മീറ്റർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വർഷാവർഷം അതുണ്ട്, ടാക്സ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ പുതുക്കൽ എന്നും പറഞ്ഞ് അതിൻ്റേതായ ഫീസ് എല്ലാം ഉണ്ട്. ഈ പിന്നെ ഇതിനിടയ്ക്ക് വല്ല ആക്സിഡൻറ്റോ തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ ചിലവ് വേറെ വരും. അത് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ഞാൻ വണ്ടി സ്വന്തമായിട്ട് എടുക്കുന്നതിന് മുമ്പ് തിരുവല്ലയിൽ എനിക്കറിയാവുന്ന ഒരു അങ്കിളിൻ്റെ വണ്ടിയാണ് ഓടിച്ചത്. അങ്കിളുമായിട്ട് ഞങ്ങൾക്ക് വലിയ പരിചയം. കാരണം SSC ഞങ്ങൾ പന്ത് കളിക്കാനൊക്കെ ഞങ്ങൾ വൈകിട്ട് SSC പന്ത് കളിക്കാൻ വരുന്ന ഓൾഡ് ബോയ്സ്, അതായത് പഴയ ആൾക്കാർ, കൊച്ചിപ്പൻ സാറ് ഒക്കെ, അവർ തന്നെയും ഫാമിലി. കൊച്ചിപ്പൻ വലിയ പന്ത് കളിക്കാൻ താല്പര്യമുള്ള ആളാണ്. കൊച്ചിപ്പൻ, പിന്നെ രവി അങ്കിള്, അങ്ങനെ ജോക്കോശി, അവരൊക്കെ ടീം, താക്കോലച്ച എന്നൊക്കെ പറയുന്ന അവരൊക്കെ വലിയൊരു SSCയിലെ വലിയ പഴയ ഓൾഡ് ടീമുകളാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പന്ത് കളിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ ട്രാൻസ്പോർട്ടിൽ ഒരു രവി അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട അങ്കിളിന് ഒരു വണ്ടി. അപ്പോൾ ഞാൻ പണിയില്ല, ഒരാൾ വണ്ടി ഓടിച്ച് നിർത്തി പുള്ളിയുടെ വണ്ടി ടെസ്റ്റിങ്ങിന് കയറ്റിയപ്പം പറഞ്ഞ് കുറച്ച് ദിവസം ചുമ്മാ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പണിയില്ലാതെ ഒരാഴ്ച 2 ആഴ്ച, അപ്പോൾ ഒരു പഴയ വണ്ടിയാണ്, പണിയാൻ കയറ്റിയിട്ട് പുള്ളിയോട്ട് പണിയൊന്നുമില്ല, വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ കിടക്കും, എനിക്ക് പണിയില്ല. അപ്പോൾ ഈ അങ്കിൾ പറയടാ നിനക്ക് ഞാൻ ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വണ്ടി എടുത്തു എൻ്റെ കയ്യിൽ തന്നു. വണ്ടി ഞാൻ ഓടിക്കാൻ തുടങ്ങി. 2, 3, 4 3-4 ചെല്ല ഒരാഴ്ച ഞാൻ ഓടി. ഈ ഒരാഴ്ച ഓടുമ്പോഴും ഞാൻ എത്ര സൂക്ഷിച്ച് ഓടിയാലും എൻ്റെ നേരെ ആക്സിഡൻറ്റ് വരിക, ആക്സിഡൻറ്റ് സാഹചര്യം വരിക. അപ്പം ആക്സിഡൻറ്റ് പെടുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് പുളിക്കീഴ് ചെന്ന് ഞാനിങ്ങനെ MC റോഡിൽ നിരണത്തിനൊരു ഓട്ടം പോവുക. പുളിക്കീഴ് നമ്മുടെ ഷുഗർ ഫാക്ടറിയുടെ വാതിലായപ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, ആ വാതിലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓട്ടോറിക്ഷ, മാവേലിക്കരയിൽ നിന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ നിർത്തി. ആളിനെ എടുക്കുകയോ കയറ്റുകയോ അതാണ്ടാ ചെയ്തത്. അവിടെ നിർത്തി. ആ വണ്ടി അവിടുന്ന് മൂവ് ചെയ്ത വണ്ടി നേരെ റോങ് സൈഡിലോട്ട് കയറി വന്നു. അപ്പോൾ എടുത്ത പുള്ളി സ്ട്രൈറ്റ് പോകേണ്ടതാണ്, പക്ഷേ എന്തോ പുള്ളിക്ക് ഒരു സംഭവം പറ്റിയ ഒരു ശകലം റോങ്ങിലോട്ട് വന്നു. ഈ റോങ്ങിലോട്ട് വരുമ്പോൾ ഞാൻ സ്ട്രൈറ്റ് പോവുക, എൻ്റെ ബാക്ക് വീലൊരു ചെറിയൊരു തട്ട് തട്ടി. ഞാൻ സ്പീഡ് ഒരു 40-35 മൈൽ സ്പീഡ് വരുന്ന വണ്ടി, ആ ഒരു നിർത്തിയിട്ട വണ്ടി ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് കയറി വന്നു. എൻ്റെ തട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോ മറിഞ്ഞു, കാരണം മറിഞ്ഞു. ഏതായാലും വലിയ ഇതൊന്നുമില്ല. അത് അന്നത്തെ ഒരു ചെറിയൊരു പരിക്കുകളൊക്കെ തൊലി പോയത് ഒന്നും. യാത്രക്കാർ ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ അതിന് ആ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഞാൻ ഈ ഓട്ടോയെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ പല അപകടങ്ങൾ വന്ന് ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കിളിനോട് എന്ന് പറഞ്ഞാൽ എനിക്ക് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്കിൾ ഈ പോലീസ് സ്റ്റേഷൻ പുളിക്കൽ പോലീസ് സ്റ്റേഷൻ ഈ വണ്ടി ഇറക്കാനും ഇതിൻ്റെ മെയിൻ്റനൻസും എല്ലാം കൂടെ കുറച്ച് പൈസയായി ചിലവായി. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, ആ പുള്ളി അത്രയും ബുദ്ധിമുട്ടും ഉണ്ടാക്കി പ്രശ്നം. പക്ഷേ ഇതെനിക്ക് ഒരു എന്തോ ഒരു പേടിയുടെ ഒരു ഇത് കാണിക്കുന്നത്. കാരണം ഓടിക്കുമ്പോഴല്ല, ഞാൻ എത്ര കെയർഫുള്ളായിട്ട് ഓടിച്ചാലും അപകടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്കിളെ എനിക്ക് ആരെങ്കിലും ഒന്ന് വിട്, ഞാൻ ഇപ്പം ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അവിടെ പുള്ളിയുടെ വണ്ടി കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ പുള്ളി ഒരാഴ്ച വണ്ടി ഓടിയില്ല. ഒരാഴ്ച എനിക്കും വണ്ടി കിട്ടിയിട്ടില്ല, ഞാനും പോയില്ല. അപ്പോൾ എനിക്ക് അന്നേരം ഒരു മനസ്സാക്ഷി ഓർത്തോടെ എന്നെ ഓർത്ത് ആ ഒരു വണ്ടി എടുത്താൽ ഞാനവിടെ കയറ്റി വിട്ടാൽ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തെന്ന ഒരു കാര്യം ചെയ്യും. ഞാൻ അങ്കിളിനെ ഓട്ടോ അന്ന് DTO ആയിട്ട് വിളിക്കിരിക്കുക ട്രാൻസ്പോർട്ടിൽ. വൈകിട്ട് ഓഫീസിൽ ചെന്ന് പറയാം അങ്കിളെ ഞാൻ ശനിയാഴ്ചയാണ് കാണുന്നത്, തിങ്കളാഴ്ച മുതൽ ഞാൻ വരാം. ഞാൻ വന്ന് വണ്ടി എടുക്കും, വണ്ടി അവിടെ ചുമ്മാ കിടക്കുമല്ലേ, ഓടാതെ കിടക്കുമല്ലേ, എന്നാൽ തിങ്കളാഴ്ച മുതൽ. അന്ന് ചെല്ലുമ്പോൾ പുള്ളി പറഞ്ഞു അയ്യോടാ ഞാൻ വേറൊരാളെ ഞാനിത് ഏൽപ്പിച്ചു, തിങ്കളാഴ്ച അവൻ വരുമെന്ന് പറഞ്ഞു. ശരി, എനിക്കൊരു ആശ്വാസം വേറൊരാൾ ഓടിക്കുന്നുള്ളത്. പക്ഷേ തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ അറിഞ്ഞത് ആ വണ്ടി തോട്ടപ്പാവോ മനക്കച്ചിറയാങ്ങാണ്ടൊരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറ്റോട്ടുനിന്ന് ഒരു അമ്മച്ചിയെ കയറ്റി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ധർമ്മൂസിൻ്റെ മീൻകടയുടെ ഓപ്പോസിറ്റ് ഒരു നെറ്റടിച്ചൊരു പഴയ വീട്. ആ വീട്ടിൽ അന്ന് വേലിയൊന്നുമില്ല, അവിടെ ഇങ്ങനെ വേലി പോലെ ചെടി വെച്ചിരിക്കുക. വന്ന വണ്ടി, അപ്പോൾ അന്ന് ബൈപ്പാസിൻ്റെ റോഡും ഇല്ല. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി ഈ മുറ്റത്തോട്ട് കരണം
കാരണം പറഞ്ഞ് ആ സ്പോട്ടിൽ അതിനകത്തിരുന്ന് അമ്മച്ചി മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അങ്കിളിന് ഭയങ്കര പ്രയാസമായി. പുള്ളി പിന്നെ അങ്ങനെ ട്രാൻസ്പോർട്ടിലായതുകൊണ്ട് കാസർഗോഡോ അങ്ങ് വടക്കങ്ങാണ്ടുള്ള ഒരു ടീം പരിചയക്കാരനെ വിട്ട് ആ വണ്ടി അവിടെ നിന്ന് കൈമറിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അപകടത്തിൻ്റെ ഒരു ദൈവം പിടിപ്പിച്ച ഒരു വലിയൊരു ഇതൊക്കെയാണ്. ഓക്കെ, 19ാമത്തെ വയസ്സിൽ വേണുഗോപാൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 6 പേര്. 4 സഹോദരങ്ങളും 2 സഹോദരി. മറ്റവർക്കൊക്കെ എന്തോ ജോലിയായിരുന്നു? എൻ്റെ മൂത്ത ചേട്ടൻ 2 ചേട്ടന്മാർ പിയാത്തോയിൽ പിയാത്തോ സ്റ്റുഡിയോ ആയിരുന്നു. പിന്നെ മൂത്ത ചേട്ടൻ ഒരു സ്റ്റുഡിയോ ഇട്ടു, ചന്തയിൽ പ്രിയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കത്തനി ചേട്ടൻ ഫോട്ടോഗ്രാഫറെ. പിന്നെ അതിന് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ അനിയൻ വീഡിയോഗ്രാഫറായി. ഇപ്പോഴും അവർ 3 പേരും അവരെല്ലാം ആ ഒരു ഫീൽഡിലേക്ക്, ഒരാൾ മാത്രമേ ഉള്ളൂ വണ്ടി. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ ശരിക്കും ഈഴവ പശ്ചാത്തലം അല്ലേ? ഈഴവ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെ പിന്നെ ഈ വിശ്വാസത്തിലോട്ട് എങ്ങനെ വന്നു? വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ SSC പഠിക്കുന്ന കാലത്ത് ഈ വേൾഡ് വിഷൻ എന്നും പറഞ്ഞൊരു ഉച്ചഭക്ഷണം, അത് അമേരിക്കയുടെ ഏതാണ്ട് 2 NGO അങ്ങനെ വന്ന് വേൾഡ് വിഷൻ. അപ്പം അവർക്ക് ഈ ഉച്ചഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു ബൈബിൾ ക്ലാസ് പോലെ പിള്ളേർക്ക് എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ഈ അടൂർ ഭദ്രാസനത്തിലും മാരാമണ്ണും ഒക്കെ ഒരു 1 ഡേയും 2 ഡേയും ഒക്കെ ക്യാമ്പ് പോലെ പോകാനും. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന അവിടെ ഈ ദൈവവചനം പഠിപ്പിച്ച ഒരു ആൻറ്റിയും ഒരു അപ്പച്ചനും ഒക്കെ നല്ല ഇതായിട്ടും വളരെ ഇതായിട്ടും ഒക്കെ പഠിപ്പിച്ചു. അന്നേ നമ്മൾ അത് നമ്മുടെ മനസ്സിൽ കൂടിയായിരുന്നു. അല്ല, അന്ന് അപ്പോൾ ഈ ഈഴവരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ശാഖയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു? ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. കല്യാണം വരുമ്പോഴും മരണം വരുമ്പോഴും ആൾക്കാർ അവിടെ നിന്ന് ആകെ ആൾക്കാർ വരും. അവർക്ക് ഈ മാസവിരവും ഇതൊക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കണ്ടതായിട്ട് അറിഞ്ഞായിട്ട് അന്നത്തെ ഇതിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അവർ കാര്യമായിട്ട് വല്ല സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു? സഹായങ്ങളൊന്നുമില്ല. ഈ അന്നത്തെ കാലത്ത് ഒരു സഹായങ്ങളും നമുക്ക് എൻ്റെ അറിവിലൊന്നും അങ്ങനെ ഇല്ല. അപ്പം ഈ പിന്നെ അങ്ങനെ ഈ മർത്തോമ സഭ നടത്തിയ ക്യാമ്പിലൊക്കെ പോയി പങ്കെടുത്ത് അങ്ങനെ ഒരു ക്രിസ്തീയ താല്പര്യം ഉണ്ടായി. മനസ്സിലൊരു ഇതുണ്ടായെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 12ാമത്തെ വയസ്സ് SLC എഴുതുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ നേരെ വലിയൊരു താഴ്ചയിലുള്ള സ്ഥലമാണ്. അതായത് അന്ന് മുനിസിപ്പാലിറ്റി തരുമ്പം ഞങ്ങളൊരാൾ ചവിട്ടിയാൽ ഈ മുട്ടിന് താഴെ താഴ്ന്നു പോകുന്ന കുണ്ടൽ പോലെ താഴ്ച ഉള്ള സ്ഥലം. അവിടെ ആ ചെറിയൊരു വീട് പോലെ കൂടിൽ പോലെ ഒപ്പിച്ച് തറയൊക്കെ മണ്ണൊക്കെ ഇട്ട് കട്ടയും കെട്ടയൊക്കെ ഒപ്പിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ഓർക്കുന്ന അന്ന് ഞങ്ങൾ ഈ 6 പേര് താമസിക്കുന്ന ആ ഒരു 12-13ാമത്തെ വയസ്സിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ക്ലാസ്സിനൊക്കെ പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വിശ്വാസത്തിലൊന്നും പോയിട്ടൊന്നുമില്ല, മനസ്സിലായി. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അന്ന് കുടുംബത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അതിൻ്റേതൊക്കെ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ് മദ്യപാനം തുടങ്ങിയത് അല്ലേ? അതാണ് ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് അല്ലേ? ഒരു ജീവിതത്തെ ഒരു തകർച്ചയിലോട്ട് കൊണ്ടുപോയത് അല്ലേ? അത് എങ്ങനെയായിരുന്നു? ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം മദ്യപാനികളാണോ? അല്ല, എല്ലാവരും ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സാഹചര്യങ്ങളാണ്. നമ്മൾ അവിടെ മദ്യപിക്കാത്തവരും കുടുംബം നോക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ അവരുടെ കുടുംബം പോലത്തവരും മദ്യപിക്കാത്തവരും ഒന്നിനും ഒരു മറുപ്പിനും പോകാത്തവരൊക്കെ ഉണ്ട്. എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ടൗണിലെ ലോക്കൽസ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞില്ലേ, ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാർ പിള്ളേരെല്ലാം എന്നുമായിട്ടൊരു സൗഹൃദം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നല്ല ശതമാനം ആൾക്കാരും കുടിക്കാൻ മദ്യപിക്കുന്നവർ. എന്നാൽ സിഗരറ്റ് വലിയോ മറ്റു കഞ്ചാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മദ്യപിക്കും, ഒരു സിനിമയ്ക്ക് പോകും എന്നുള്ള ഒരിത്. അപ്പം നമ്മുടെ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാനും ആ ഹോബിയിലൊക്കെ അങ്ങ് പെട്ടുപോയി. അങ്ങനെ താല്പര്യത്തിലൊക്കെ പോയി. മദ്യപിച്ച് വഴക്കുണ്ടാക്കുക അങ്ങനെ വഴക്കോ ഒന്നും ഉണ്ടാക്കില്ല. അങ്ങനെ അന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്നുണ്ട്. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും മധ്യസ്ഥ പിടിക്കുന്ന ഒരു ആളായിരുന്നു. ശരി, ഓക്കെ. അല്ലാതെ കണ്ടമാനം കുടിച്ച് ബോധം കെട്ട് പോകുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ എന്നിട്ട് ഈ അന്നത്തെ കാലത്ത് ഈ ഓട്ടോ ഓടിച്ചിട്ട് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നോ? കാര്യങ്ങൾ നടക്കുമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞില്ലേ, അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നു, സഹോദരങ്ങൾ ജോലി ചെയ്യുന്നു. ആ കഷ്ടപ്പാടുകളെ ഞാൻ ഓർത്തില്ല. അത് ചിന്തിച്ചില്ല. അപ്പം പിന്നെ കിട്ടുന്ന ഞാനങ്ങ് തീർക്കുക. ഓരോ ദിവസവും എൻജോയ് ചെയ്ത് പോവുക. അപ്പം 100 രൂപ കിട്ടും, 150 രൂപ കിട്ടും. അപ്പം ആ
150 രൂപ കിട്ടുമ്പോഴും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സ്റ്റുഡിയോയിൽ ജോലിയുള്ള ആൾക്ക് 5 രൂപ ശമ്പളം. പുള്ളി അദ്ദേഹം 5 രൂപ സ്വരുക്കൂട്ടാൻ നോക്കി, ഞാൻ ഈ 150 രൂപ തീർക്കാൻ നോക്കി. മദ്യവെച്ച് തീർക്കുക, കൂട്ടുകൂടി മദ്യവെക്കുക. കൂട്ടുകൂടി എന്ന് വെച്ചാൽ പകലൊക്കെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ അവരൊക്കെ വാങ്ങിച്ചു തരും, അവർ കുടിക്കും. അവസാനം എൻ്റെ കൈ കിട്ടുന്ന ബാലൻസ് വണ്ടി വല്ലവരുടെ ആയിരിക്കും. അപ്പോൾ ആ ഓടിക്കുന്ന അവർക്കും കൊടുക്കട്ടെ, ബാലൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതൂടെ തീർത്തിട്ട് ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ. അങ്ങനെ, കാരണം വീട്ടിനെ കുറിച്ചൊരു ഉത്തരവാദിത്വം ഇല്ല. അതൊക്കെ ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചത് എപ്പോഴാണ്? കല്യാണം കഴിച്ചത് 96 എന്ന് വെച്ചാൽ പിന്നെ എത്രാമത്തെ വയസ്സിൽ? 96 എന്ന് പറയുമ്പം 29ാമത്തെ വയസ്സ്. 29ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി 10 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അതിന് മുമ്പ് വിശ്വാസത്തിലോട്ട് വന്നായിരുന്നോ? അതോ മുമ്പത്തെ വിശ്വാസത്തിലേക്ക് വന്നായിരുന്നു. ഈ വിശ്വാസത്തിലോട്ട് വന്നത് ഒരു ആത്മഹത്യയുടെ വക്കിൽ വെച്ചാ? അല്ല, അന്നേരം കുഴപ്പമൊന്നുമില്ല. അന്നേരം പറഞ്ഞ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രാസിലെ കൊച്ചുമോൻ, എൻ്റെ സുഹൃത്തായിരുന്നു. അവിടെ നമ്മുടെ ആൽക്കാസിൻ്റെ അവിടെ കൂൾ ബാർ നടത്തിക്കൊണ്ട്. മനസ്സിലായി. കൊച്ചുമോൻ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഈ ചർച്ച് പാസ്റ്റർ എടുക്കാൻ വരുന്നത്, എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത് കൊണ്ടുവരാണ്. അപ്പോൾ അന്ന് പാസ്റ്റർ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് തുടങ്ങുന്ന സമയം. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പോകാനായിട്ട് താല്പര്യമുണ്ടായി. അതിന് സാധനപ്പെട്ടു. അപ്പം അതിൽ നിന്ന് കുറച്ച് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാനും സുഹൃത്തുക്കൾ തന്നെയൊക്കെ ആയിരുന്നു പ്രേരണ വന്നത്. പിന്മാറ്റത്തിലോട്ട് പോയത് ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്മാറ്റത്തിലോട്ട് പോയി. അപ്പോൾ ഈ രാജഭോഗക്കാലയുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. രാജഭോഗക്കാല സഭ തുടങ്ങിയ കാലത്ത് തന്നെ സ്നാനപ്പെട്ട് സഭയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്മാറ്റത്തിലോട്ട് പോയി. പിന്മാറ്റത്തിൽ പോകാൻ കാരണം എന്തുവാ? പിന്മാറ്റത്തിൽ പോകാൻ വെച്ചാൽ നമ്മൾ എല്ലാം നിർത്തി ഒതുങ്ങി കഴിയുമ്പോൾ ഓരോ കൂട്ടുകാരുടെ ഓരോ പ്രേരണ കൊണ്ട് ഓരോ സാഹചര്യത്തിൽ വരുമ്പോൾ ശകലം പെട്ടുപോയി ഒന്ന് പോയി ഒരു സാധനം കഴിച്ചു, പിന്നെ പിറ്റേ ദിവസം സാധനം കൂടെ കഴിച്ചു, പിന്നെ പിറ്റേ ദിവസം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരം ഒരാളായിട്ട് മദ്യപാനിയായി വീണ്ടും മാറി. അങ്ങനെ മാറിയപ്പം ദൈവസഭയിലോട്ട് പോകാനൊരു ഭയപ്പാട് വന്നു. കാരണം വെച്ചാൽ അവിടെ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഉപവാസം എടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരൊക്കെ ഞാൻ മദ്യപിച്ച് ചെല്ലുന്ന ഒരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സഭയിലോട്ട് ഞാൻ പോകാതെ മാറി. ഈ വീട്ടിൽ നിന്ന് പിന്നെ വേണിച്ചേട്ടൻ മാത്രമേ ഉള്ള വിശ്വാസത്തിൽ? അതോ എല്ലാവരും? എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, ഈ പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വിശ്വാസത്തിലേക്ക്. അമ്മയും ആരെ ആദ്യം വീട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുമ്പം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മയും അച്ഛനും കൂടെ, ഞങ്ങൾ പറഞ്ഞല്ലേ ഇപ്പോൾ ഈയിടെ നമ്മുടെ രാജു പാസ്റ്റർ പറഞ്ഞായിരുന്നു, വേറൊരു പാസ്റ്റർ വിതച്ചു ഞങ്ങൾ കൊയ്യുന്നു എന്ന് രാജു പാസ്റ്റർ ഒരുപാട്. നമ്മുടെ പാറയിൽ ഒരു മാത്തുക്കുട്ടി ഉപദേശി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ പാറയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. അന്ന് ആ പാറയിൽ ഉപദേശം അവിടെ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു രോഗശാന്തിയല്ല, ഒരു പൈശാചിക ശക്തികളെയൊക്കെ ഇറക്കാനുള്ള ഒരു കൃപയുള്ളൊരു അഭിഷിക്തനായിരുന്നു. നമ്മളൊത്തിരി കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് അവളെ കണ്ണു വിളിച്ച് വേർതിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ആത്മീയത്തിൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ മുഖാന്തരം ആ സഭ അവിടെ നിന്ന് പോകുമായിരുന്നു. മകൻ്റെ ഒരു കൂട്ടുകെട്ട് കാരണം മകൻ മനസ്സിലായി. പിന്നീടാണ് തിരിച്ച് രാജഭോഗക്കാലയുടെ ഞാൻ വരികയും അങ്ങോട്ട് കൊച്ചുമോനായിട്ട് ഞാൻ അവിടെയും വരികയും വീട്ടുകാർ ശാരോനിലും ഇപ്പം എൻ്റെ അനിയനും നേരെ മൂത്ത ചേട്ടൻ പ്രഭയെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ചർച്ചിലൊക്കെ വരും, കൺവെൻഷനൊക്കെ വരും. പ്രഭയെന്ന് പറഞ്ഞ വഴി പിന്നെ എൻ്റെ അനന്തരവളെ കുഞ്ഞുങ്ങളെ എല്ലാം ശാരോനിലായിട്ട്. ഇളയ പെങ്ങളുണ്ട്. പെങ്ങൾ ഇവിടെ കുന്നന്താനത്ത് നമ്മുടെ പോൾ ഗോപാലകൃഷ്ണൻ്റെ ചർച്ചിൽ. ഈ പിന്മാറ്റത്തിൽ പോയിട്ട് വല്ലാതെ അങ്ങ് തകർന്നു പോയി അല്ലേ? തകർന്നു പോയതിന് കാര്യം ആ പിന്മാറ്റത്തിൽ പോയതിന് ശേഷം ഞാൻ അന്നേരം ആ സമയത്താണ് വിദേശത്ത് പോകുന്നത്. വിദേശത്ത് പോകുമ്പം വളരെ പ്രതീക്ഷയൊക്കെ ആയിരുന്നു, വലിയ ഒരു സ്ഥലവും വാങ്ങിച്ച് വീടുമൊക്കെ വെക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ആയിട്ട് പോന്നു. അപ്പം ട്രേഡൊന്നുമില്ല, വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നാൽ അവിടെ ചെന്നപ്പോൾ ഒരു കാറ്ററിംഗ് ഡിവിഷനിൽ നിന്നു. കാറ്ററിംഗ് ഡിവിഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഫസ്റ്റ് ലീവിന് 3 വർഷം കഴിഞ്ഞ് ലീവിന് വന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും പോയപ്പോഴത്തേക്ക് അവിടെ എനിക്ക് അടുത്ത വിസ റിന്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ജോലിയിൽ ഒരു പ്രമോഷൻ വേണം, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എന്നെ കൊണ്ടുപോയ ഒരാൾ ഓഫീസിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചപ്പം പുള്ളി പറഞ്ഞു എന്നെ ലിക്കറിലിടാവുന്നു. ലിക്കർ ഷോപ്പുണ്ട് അവിടെ, സ്പിന്നീസ് എന്ന് പറഞ്ഞാൽ അബുദാബി സ്പിന്നീസ് എന്ന് പറഞ്ഞ ലിക്കർ ഷോപ്പ്. അപ്പോൾ അവിടെ എന്നെ ഇടാൻ പേരിൽ അവിടെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്കാമെന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി ആ പുള്ളി അവിടെ നിന്ന് പറയുമ്പോൾ പുള്ളി HR മാനേജറാണ്. അപ്പോൾ പുള്ളി പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ആയി എന്നുള്ളത്.
അപ്പോൾ ആ വാക്കിൻ്റെ പുറത്ത് തന്നെ ഞാനിവിടെ അങ്ങ് മനക്കോട്ട കെട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒലിക്കറി ജോലി കിട്ടി, അവിടെ നിന്ന് ശമ്പളം കുറച്ച് കൂടുതൽ കിട്ടും, അപ്പം വൈകുന്നേരം ഷോപ്പ് അടയ്ക്കുമ്പം 4-5 കുപ്പി എടുത്തുകൊണ്ട് വരണം, അവിടുന്ന് വില കൊടുത്ത് അവിടുന്ന് എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരണം, കൊണ്ടുവന്നിട്ട് 3-4 ബ്ലാക്ക് വിൽക്കണം, നമ്മുടെ ക്യാമ്പിൽ താമസിക്കുന്നിടത്ത് ബ്ലാക്ക് വിൽക്കണം, ഒരെണ്ണം കമ്പനി കൂടിയൊക്കെ അടിക്കണം എന്നൊക്കെ കണക്കുമൊക്കെ കൂട്ടിയിരുന്നു. ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലായിരുന്നു കണക്ക്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതൊന്നും അല്ലായിരുന്നു. ദൈവം ആ മാസത്തെ ശമ്പളം വാങ്ങിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇല്ല. ഒരു മാസം ജോലി ചെയ്തു, പകുതിയോളം ജോലി ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് റിസൈൻ കൊടുക്കേണ്ടി വന്നു. റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലോട്ട് പോയി. കാരണം വീട്ടിലൊരു ചെറിയ പ്രശ്നമായിട്ട് വീട്ടിലേക്ക് പോരണ്ടായിട്ട് വന്നു. അങ്ങനെ പോരുന്നപ്പം അവിടുന്ന് വന്നു, നാട്ടിൽ വന്നു കഴിഞ്ഞ് 3-4 ദിവസം വീട്ടിലത്തെ ഒരു ചെറിയ കലഹമായിരുന്നു. അപ്പോൾ ആ കലഹമെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് 3-4 വർഷം വീണ്ടും അതുപോലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും പിന്നെ ഈ പിന്മാറ്റത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചില കൂട്ടും കൂടിയൊക്കെ അടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു തീരുമാനം വന്ന് തന്നെ പുറത്ത് പോകണം. കാരണം വെച്ചാൽ മൂത്ത 2 പേര് പോയി, മൂത്ത ജ്യേഷ്ഠൻ പോയി, ഇടയ്ക്കത്തെ ചേട്ടനും പോയി, ഇനിയത്തെ സ്ഥാനം എനിക്കാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വീതം വെക്കാനും ഒരു വീട് വെക്കാനും ഒന്നുമില്ല. ഒരു കൊച്ചൊരു വീട് മാത്രമേ മാറണം. അപ്പോൾ ആ സാഹചര്യം വന്നപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളും ഞാനും കൂടെ എന്തോ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സമ്പത്തായിട്ടോ പൈസയായിട്ടോ ഒന്നുമില്ല. ഓൾറെഡി ഒരു 50,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് ബാങ്കിലിട്ടിരിക്കുക. അത് പുള്ളി 50,000 രൂപ. അപ്പം ഒരു ലോൺ എടുത്ത വണ്ടി അന്ന് വന്നതിന് ശേഷമുള്ള കാശിന് ഒരു ലോൺ എടുത്ത വണ്ടിയുണ്ട്, SBIയുടെ ലോൺ എടുത്തൊരു വണ്ടിയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനായിട്ട് അപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞു വാടകയ്ക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി പേരെ കണ്ടോ, വാടകയ്ക്ക് പോയവരെയൊക്കെ കണ്ടതാണ്. ആ ജീവനാന്തകാലം മുഴുവൻ വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒക്കുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റോ 2 സെൻറ്റോ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വീട് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന്. അപ്പം വീട്ടുകാരെല്ലാം പറഞ്ഞു മാറാമെന്ന് പറഞ്ഞിട്ട് ഒക്കത്തിലൊരു അവധി പറയാൻ പറഞ്ഞു. ഞാൻ ഒന്നും ആലോചിക്കാതെ ഒരു 6 മാസത്തെ അവധി പറഞ്ഞു. ഒരു 6 മാസം സാവകാശം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി വെക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ച് ഒന്നിച്ചുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് അവിടെ ഒരു മത്സരവും വിലപ്രയോഗമൊന്നുമില്ല. കാരണം എൻ്റെ അനിയനാണ്, അവനുമായിട്ട് എനിക്കും മത്സരവും കാര്യങ്ങളും, കാരണം ഇറങ്ങാൻ തയ്യാറുള്ളവർ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം പിന്നീടാണ് ആ സാഹചര്യത്തിലാണ് 2008 എനിക്ക് ആത്മഹത്യ അടിച്ചിട്ട് വന്നത്. അല്ല, ഈ വീട് ഉണ്ടായില്ല എന്നുള്ള ഒരു വിഷയമായിരുന്നോ മനസ്സിൻ്റെ? അത് തന്നെ. കാരണം 2 കുഞ്ഞുങ്ങളും കൊണ്ട് ഞാൻ എവിടെ പോകും? എൻ്റെ മുമ്പിൽ വന്ന പ്രശ്നം അതാ, എവിടെ പോകും, എങ്ങനെ പോകും എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കി. കാരണം 50,000 രൂപ കൊണ്ട് 1 സെൻറ്റും ഇല്ല, 2 സെൻറ്റും ഇല്ല, എങ്ങും ഇല്ല, കിട്ടത്തില്ല. കാരണം അതുപോലെ തിരുവല്ല ലൊക്കാറ്റിലെ വിലയൊക്കെ അറിയാം. ദൂരോട്ടൊക്കെ നോക്കിയാലും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞാൻ ആലോചിച്ചിട്ടൊന്നും ഓടി നടന്നിട്ടൊന്നും രക്ഷയില്ല എന്ന് വന്നപ്പം ഇങ്ങനൊരു പദ്ധതി ഞാൻ തീരുമാനിച്ചു. 4 പേർ കൂടെ അവസാനിപ്പിക്കാതെ. അങ്ങനെ ഒരു കൂട്ടാത്മഹത്യ എന്നുള്ളൊരു ചിന്ത മനസ്സിലോട്ട് വരാൻ എന്തോ കാരണം? വരാൻ ഈ പ്രതിസന്ധിയാണ്. കാരണം ഒരു സൈഡിൽ അവരിറങ്ങണമെന്ന് പറയുന്നു, ഒരു പ്രൈസിൽ എൻ്റെ മുമ്പിൽ മാർഗവും ഇല്ല, വേറെ മാർഗങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലേ? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഉപജീവനം നടന്നു പോകാം, ഇതിനകത്ത് മെച്ചമൊന്നുമില്ല. ഈ 28-30 വർഷത്തിനിടയിലും അന്നത്തെ ഇടം കഴിഞ്ഞു പോകും എന്നുള്ളതേ ഉള്ളൂ. അന്നത്തെ ഇടം അത് ഇന്നല്ല, എന്നും മേലിലും എല്ലാ വണ്ടിക്കാരുടെയും ഒരു ദിവസത്തെ ഇടം കടന്നു പോകും. കാരണം ചില സമയത്ത് വേണമെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ വരുമാനം പോലും ഓട്ടോറിക്ഷക്കാരനില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ വരുന്ന ഞാൻ 11 മണിക്കും 10:30ക്കും 11:30ക്കും 12-നും കവലെ കിടക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1,000 രൂപ തികയ്ക്കാൻ വേണ്ടിയായിരിക്കും കിടക്കുന്നത്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുമാനമൊന്നുമില്ല. കന്നെന്ന് കിട്ടുമ്പോഴത്തേക്ക് അന്നന്ന് ചിലപ്പോൾ ഒത്തിരി വണ്ടികളായി പോയി, ഓട്ടോക്കാരുടെ എണ്ണം ഒത്തിരി കൂടി. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇത് വെച്ചാണ് കോവിഡിന് ശേഷം എന്നുവെച്ചാൽ എല്ലാവർക്കും വണ്ടിയായി, സകലർക്കും വണ്ടിയായി. വണ്ടി ആയപ്പോഴത്തേക്ക്, വണ്ടി ഇല്ലാത്തവർക്കും വണ്ടി ആയപ്പോഴത്തേക്ക് അത് ഓട്ടോയെ ബാധിക്കും. കാരണം അവർ കോവിഡ് സമയത്ത് ഈ പൊതുഗതാഗതം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ വണ്ടി എടുത്തത്. അപ്പോൾ അത് ഓട്ടോറിക്ഷക്കാരനെ ബാധിക്കും, ടാക്സിയെ ബാധിക്കും, ബസ്സുകാരനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നല്ലൊരു ഇത് കുറഞ്ഞു. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ചോദിച്ചാൽ ഇവിടെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു താണ ഒരു നിലയിലുള്ളവർക്ക് ഒരു തൊഴിൽ മേഖലകളില്ല.
പണ്ടുള്ളതിൻ്റെ ആ തൊഴിൽ മേഖലയിൽ പകുതി പോലും ഇന്ന് തൊഴിൽ മേഖലയിൽ ഇല്ല. അപ്പം ഇന്ന് ഗൾഫിൽ നിന്ന് ഒരു സാധാ ജോലിക്കാരൻ വരുന്നതും ഇവിടെ ഒന്നുമില്ലാത്ത ഒരാൾ ഒരു 25,000 രൂപ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതും ഈ പുള്ളി കൊണ്ട് ഒരു 50,000 ഒരു ഒരു വണ്ടി എടുക്കുന്നതും എല്ലാവരും ഓട്ടോ ഫീൽഡിലോട്ട് വരിക. വേറെ ഒരു ഫീൽഡിലോട്ട് അവർ പോകുന്നില്ല. അപ്പം വണ്ടി ഓട്ടം കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ വണ്ടി ഓട്ടോറിക്ഷ കൂടിക്കൊണ്ടിരിക്കും, ഡ്രൈവർമാർ ഓട്ടോറിക്ഷ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, പിന്നെ എന്നിട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി, വേദനയോടെ ആണെങ്കിലും ഒരു തീരുമാനം എത്തി. അന്ന് കുഞ്ഞുങ്ങൾക്ക് തന്നെ പ്രായമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മോക്ക് 2 വയസ്സും മോന് 8 വയസ്സും. 8 വയസ്സും കൊച്ചു കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞോ ആത്മഹത്യയെക്കുറിച്ച്? ഇല്ല, ഇത് ഞാൻ തന്നെ എടുക്കുന്ന തീരുമാനം. കാരണം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം സമ്മതിക്കത്തില്ല, അവർ തടയിടും. അപ്പം അത് ഞാൻ ആലോചിച്ച് ഞാൻ തന്നെ എടുത്ത തീരുമാനം. അങ്ങനെ 3 മാസത്തോളം ഞാൻ എങ്ങനെ പദ്ധതി ആവിഷ്കരിക്കണമെന്നുള്ള ചിന്തിച്ചിരുന്നപ്പോഴാണ് പല പണികളും ഇങ്ങനെ നോക്കി. കാരണം 4 പേർക്കും കൂടെ അവസാനിപ്പിക്കേണ്ട ഒരു തീരുമാനമായതുകൊണ്ട് ഞാൻ പലതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ വൈകിട്ട് കടന്നപ്പം എങ്ങനെയോ രാത്രിയിൽ എന്നോട് ഒരു കുഞ്ഞുങ്ങളെ തൊടാൻ നിനക്ക് അധികാരമില്ല എന്നൊരു ശബ്ദം പോലെ ഞാൻ കേട്ട പോലെ ഞാനന്ന് എണ്ണീച്ചിരുന്നിട്ട് ഭാര്യ പോലും അറിഞ്ഞില്ല. ഞാൻ കിടക്കുന്നിടത്ത് എണ്ണീച്ചിരുന്നിട്ട് കണ്ണ് നിറഞ്ഞ് കരയായിരുന്നു. അപ്പം അന്ന് കരഞ്ഞപ്പം എനിക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് അന്നേരം ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ശരിക്കും ഒരു ചിന്ത ഉണ്ടാകുന്ന ബോധം വരും. കാരണം അവർ കുഞ്ഞുങ്ങൾ നിരപരാധികളായിട്ടുള്ളവർ. അപ്പം പിറ്റേ ദിവസം അന്ന് വ്യാഴാഴ്ച വൈകിട്ട് വെളുപ്പിന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ച എന്നാൽ ഞാൻ രാജു പാസ്റ്ററെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചാണ് രാജു പാസ്റ്റർ IPCയിലെ പ്രയർ സെൻ്ററിലെ രാജു പാസ്റ്ററെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ രാജു പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, വീട്ടിലോട്ട് പോകുന്ന സമയം, അനിൽത്താനത്തിന് പോകുന്ന സമയം. അപ്പോൾ അന്ന് കറക്റ്റ് എനിക്കറിയാം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വിളിക്കാമെന്നുള്ള കണക്കോട്ട് ഞാൻ KSRTC വിളിച്ചത്. അപ്പോൾ ചർച്ചിൽ അവിടെ ആണെങ്കിൽ അങ്ങോട്ട് എല്ലാവുന്നില്ല. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ടൗൺ പാസ് ചെയ്ത് വരും, എലൈറ്റിൻ്റെ അവിടം വരെയായി. ഞാനപ്പോൾ നമ്മുടെ രാഗം ടെക്സ്റ്റൈൽസിൻ്റെ ആ ഭാഗത്ത് വർത്താനം വണ്ടിക്കകത്താണോ പുറത്താണോ അറിയില്ല, പാസ് ചെയ്യുന്ന ഞാൻ കണ്ടുമില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വണ്ടി ഇവിടെ അടുത്ത് നിർത്തിയിരിക്കുക, ഇവിടെ വരാൻ പറഞ്ഞു. പെട്ടെന്ന് എന്നിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാലമായിട്ട് സഭയായിട്ട് ബന്ധമില്ലാതിരിക്കുക, പോകുന്നില്ല. ഒന്നുമില്ല. അപ്പം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു 2 പ്രയർ നടക്കുക നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ ചർച്ചിൽ. അപ്പം 10:30 വരാൻ പറഞ്ഞു. 10:30 വരാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ചെന്നു. അവിടെ ചെന്ന് 10:30 2ാമത്തേന് പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ എൻ്റെ വിവരങ്ങളൊന്നും പാസ്റ്ററോട് പറയുന്നില്ല. അപ്പം ഞാൻ ചെന്നു, അവിടെ സങ്കീർത്തനം വായിച്ചു, പാട്ടുപാടി. അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയാണ്, രാവിലത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പാസ്റ്റർ KC അബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം പാസ്റ്റർ അതിന് മുമ്പ് പാട്ട് പാടുന്നവർ വിളിച്ച് പറഞ്ഞു, അവരവരുടെ പ്രാർത്ഥനാ വിഷയം കൈ ഉയർത്തി വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു, അവരപ്പുറത്ത് മാറി നിൽക്കുന്നു, ഞാനും ഇവിടെ വേറെ നിൽക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന തീരുന്നിടം വരെ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു കൊണ്ട് എൻ്റെ സങ്കടം ദൈവസന്നിധി ബോധിപ്പിക്കുക. പ്രാർത്ഥന കഴിഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളൊന്നും അന്നേരം പറയുന്നില്ല. ഞാൻ ഇന്നലെ വന്നു. അപ്പോൾ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു വെളിയിൽ ഇറങ്ങുമ്പോൾ ആ ചിന്ത എന്നിലില്ല. ആത്മഹത്യാ ചിന്ത മാറിപ്പോയി. അതിനുശേഷം പിന്നീട് ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം ചർച്ചയിൽ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം, ഞാൻ ഒരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സഭ അതിനുവേണ്ടി ഒന്ന് ഐക്യമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 3 സെൻറ്റല്ല 30 അല്ല 67 സെൻറ്റിൻ്റെ ഒരു ആധാരം എനിക്ക്, അത് കുറച്ച് നിലമൊക്കെ ആണെങ്കിലും 67 സെൻറ്റ് സ്ഥലം വാങ്ങി. 67 സെൻറ്റ് സ്ഥലം വാങ്ങി. അപ്പോൾ അന്ന് ഈ സ്ഥലം വാങ്ങുന്നതിനും കാശും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെ ദൈവം വഴി പല മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു, ലോൺ എടുത്തു, എല്ലാം എടുത്തു. കാരണം ചെറിയ തുച്ഛമായ വിലയ്ക്കൊക്കെ എടുത്തു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നീട് വന്നു കഴിഞ്ഞപ്പം അതിനകത്തൊരു കൊച്ചു വീട് വേണം. ഞാൻ പറഞ്ഞു, ഒരു ഓലപ്പര മതിയായിരുന്നു എനിക്ക് കിട്ടിയ കുഞ്ഞുങ്ങളുമായിട്ട് കയറി കിടക്കാൻ, ഇനി വാടകയ്ക്ക് പോകണ്ടല്ലോ എന്ന് വെച്ചു. ദൈവകൃപയാൽ എനിക്ക് അതിനകത്ത് 2 മുറിയുമായിട്ട് ഒരു വാർത്ത വീട് ദൈവം പണിയാൻ പറ്റി. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി എനിക്കതിനകത്ത് സന്തോഷമായിട്ട് ഞാൻ ദൈവം എനിക്ക് ഒരുക്കി തന്നു.
പിന്നീട് അതിന് ശേഷം അത് കഴിഞ്ഞാണ് ഞാൻ മുമ്പോട്ട് പോയി വളരെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഐക്യ കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നീടും ദൈവത്തിൻ്റെ ശോധനകളൊക്കെ ആണെന്ന് വേണേൽ പറയാം. കുറച്ച് പ്രതിസന്ധിയും പ്രതികൂലങ്ങളൊക്കെ വന്നപ്പം ഞാൻ ചെന്ന് ആ കയറിയുടെ ഒരു ഒറ്റപ്പെട്ട ഏറിയ. കാരണം അവിടെ ആ ചുറ്റുവട്ടത്തൊന്നും ഒരു വിശ്വാസത്തിലുള്ള കുടുംബമൊന്നുമില്ല. ഞങ്ങളൊരു ഒറ്റപ്പെട്ട എങ്കിലും ഞങ്ങളവിടെ നിന്നു. എന്നാൽ 2024 ആയപ്പം ഒരു വളരെ പ്രതിസന്ധി കൂടി വളരെ പ്രയാസകരമായ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളോട് വന്നു. എൻ്റെ മകൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ നിൽക്കുന്നു. മകളൊക്കെ ഒന്ന് ബസ്സിൽ നിന്ന് വീഴേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പം വളരെ ഒരു ഇച്ചിരിയും കൂടെ കാരണം എല്ലാം ഞാൻ തന്നെ ഓടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എന്നാ ഓർത്തെന്നാൽ നമുക്കിവിടെ ആത്മീയത്തിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പ്രശ്നവും 100 പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊന്ന് ഒരു ചെറിയൊരു എന്നാൽ ഇത് കൊടുത്തേക്കാവുന്നൊരു തീരുമാനിച്ച് സ്ഥലവും വീടും കൊടുക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചു. ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞപ്പം അവരൊക്കെ വന്ന് പറഞ്ഞു വിലയൊന്നും അടുക്കുന്നില്ല, ഒത്തു വരുന്നില്ല, എന്നാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അതങ്ങ് പ്ലാൻ മാറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന വിഷയത്തിൽ വെച്ച് ഞാൻ തന്നെ മുട്ടമേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് പോകാനാണ് അങ്ങയുടെ ഹിതമെങ്കിൽ എനിക്കിതിന് വഴി മുഖാന്തരം ഒരുക്കണം, അതല്ല ഞാൻ ഇവിടെ താമസിക്കുമെങ്കിൽ എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കാൻ അന്തരീക്ഷം ഒരുക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം അത് പ്രാർത്ഥിച്ച് അത് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയാലും കൊള്ള 1 മാസം കഴിയുന്നതിന് മുമ്പ് ഒരാൾ ഇങ്ങോട്ട് വന്ന് വസ്തു ചോദിച്ചു. ന്യായമായിട്ട് നല്ലൊരു വില, എനിക്കൊരു വേറൊരു വസ്തു വാങ്ങിക്കത്തക്കവണ്ണമുള്ളൊരു വില കിട്ടി. അതിന് ഞാനൊന്നും ആലോചിക്കാൻ പോയില്ല. വീട്ടുകാർ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞു. കൊടുത്ത ആ കരാർ കൊടുക്കുന്നതിനുള്ള കരാർ എഴുതുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് വീണ്ടും വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ചെയ്ത് കൊടുക്കാൻ നീ വഴി ഒരുക്കിയെങ്കിൽ എനിക്കൊരെണ്ണം നല്ലൊരെണ്ണം ദൈവം ഒരുക്കി തരണേ. അപ്പോൾ അത് വിഷയം അങ്ങനെ ദൈവസന്നിധി നിരന്തരം എന്നും പ്രാർത്ഥനാ വിഷയത്തിൽ 3 പ്രാവശ്യം അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ പൈസ ഇടപാടുകളൊക്കെ തന്നു, അവർക്ക് കൈമാറി. തൽക്കാലത്തേക്കൊരു 3-4 മാസത്തേക്ക് ഒരു വീട് വാടകയ്ക്ക് അതിൻ്റെ അടുത്ത് തന്നെ കിട്ടി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു 3.5 മാസം ഈ തിരുവല്ല ലൊക്കാലിറ്റിയിലൊക്കെ വീട് പോയി കണ്ടു. 2 നില വരെ പോയി കണ്ടു. പക്ഷേ അതിന് ഒരു അസൗകര്യം, ഒന്ന് നോക്കത്തിൽ അങ്ങനെ പല ഇത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടും സ്ഥലവും പോയി കണ്ടു. അപ്പം അത് ചെന്നതും കണ്ടതും ഒക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. കാരണം ദൈവം അവിടെ എനിക്ക് വേണ്ടി വെച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അമേരിക്കക്കാരൻ പാസ്റ്ററുടെ ആയിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ പുള്ളി ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ പോയി കാണാൻ പോകുന്നു. അപ്പോൾ അവർ ചെന്ന് കണ്ടപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട ഒരാളോട് ഉണ്ടായിരുന്നു. അവർ നിങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് തരാൻ നമുക്ക് താല്പര്യമുണ്ട്, വില ഭാഗത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അവർ നേരത്തെ വസ്തുവിന് വലിയ വില ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വന്നപ്പോൾ അവർ വിലയൊക്കെ ഒത്തിരി താത്തു എനിക്ക് തന്നു. ഇപ്പം ദൈവകൃപയാൽ നല്ലൊരു വീടും സ്ഥലവും ദൈവം ഒരുക്കി തന്നു. അല്ല മകന് ഇതിനിടയിൽ വിദേശത്ത് പോകാനുള്ള ദൈവം വഴിയൊരുക്കി. എല്ലാം ദൈവം അത്ഭുതകരമായി നടത്തി. ദൈവത്തിൻ്റെ കൃപയല്ല, എൻ്റെ കഴിവും എടുക്കുമല്ല, ദൈവം അത്ഭുതം ചെയ്ത. കാരണം വിളിച്ചവൻ വിശ്വസ്തന, വിളിച്ചവൻ ഞാൻ തകർന്നു പിടിച്ചു വീണ്ടും പോകാൻ അനുവദിച്ചില്ല. ഇന്ന് ഞാൻ സന്തോഷവാനായിട്ട് ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു. മറ്റുള്ളവരറിയത്തക്കവണ്ണം അഭിമാനിക്കത്തക്കവണ്ണം ദൈവം എൻ്റെ ഒരു നല്ല, ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലായ്മ, ഒരു വീട് വെക്കാനോ ഒരു സ്ഥലം വാങ്ങിക്കാനോ എൻ്റെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ദൈവം തന്ന എൻ്റെ മനോഹരമായ വീടും സ്ഥലവും ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന. പാസ്റ്റർ പണിഞ്ഞിട്ട് ആ അമേരിക്കക്കാരൻ പാസ്റ്റർ പറഞ്ഞ് പണിഞ്ഞിട്ട് 3 വർഷമേ ആയുള്ളൂ. അവരതിന് ശേഷം പോയതാണെന്ന് തോന്നുന്നു. ആ 3 വർഷം അവർ താമസിച്ചിട്ട് 15 വർഷം ആ വീട് ചുമ്മാതെ കിടക്കുക. ദൈവം അത് എനിക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുക. എത്ര മുറികളുള്ള വീടാ? 2 മുറിയും 2 ബാത്റൂം, 2 മുറി കൂടുന്ന ഒരു ഹോള്, കിച്ചണൊക്കെ എല്ലാം ഫർണിഷ് ചെയ്ത് എല്ലാം നല്ല ഇതായിട്ടൊക്കെ വെച്ച് മിറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തത്, ഗേറ്റൊക്കെ എല്ലാം ഉണ്ട്. നല്ല സെറ്റപ്പ്, നല്ല വീട്. എല്ലാം ഒന്നുമില്ലായ്മ എഴുതിട്ട് തമ്പുരാൻ എനിക്ക് ഒരുക്കി തന്നു. കവിയൂർ. ഓക്കെ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തെ ഭക്തിയോടെ സേവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും, നമുക്ക് വേണ്ടി കരുതും. അതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ടിനും എല്ലാവരും പാടുമ്പോൾ പാടൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ ജീവിതത്തിൽ ഇനി എന്തോ ആഗ്രഹമൊന്നുമില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബം ദൈവത്തിന് മഹത്വമുള്ളവരും ദൈവനാമത്തിന് ഫലം കായ്ക്കുന്നവരും ദൈവനാമത്തിന് ജീവനുള്ള സാക്ഷികളുമായിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ തലമുറകളൊക്കെ അങ്ങനെ ആകണമെന്നൊരാഗ്രഹം എനിക്കുള്ളൂ.
ഓക്കെ. വേറെ ഒന്നും ദൈവം അവരെ ദൈവമല്ല സമാധാനത്തിൻ്റെ പാതയിൽ നടത്താണ്. തലമുറകൾ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു നന്മയും അനുഗ്രഹമൊക്കെ കാണണമെന്നും ഒരു ആഗ്രഹം കാണണമെന്നുള്ളൂ. അനുഭവിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. അവരുടെ നന്മയും അനുഗ്രഹമൊന്നും കാണണമെന്നും അത്രയേ ഉള്ളൂ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. IPC പ്രയർ സെൻറ്റർ സഭ തിരുവല്ല IPC പ്രയർ സെൻറ്റർ സഭ പാസ്റ്റർ രാജു പൂവക്കാലയുടെ ചർച്ചിലെ അംഗമാണ് വേണുചേട്ടൻ. ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട അനുഗ്രഹീതനായ ഭക്തനായ ഒരു മനുഷ്യനാണ്. തനിക്ക് ഉപജീവനത്തിന് വേണ്ടി ദൈവം നൽകിയ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഇപ്പോഴും ഓടിക്കുന്നു. ദൈവം നടത്തിയത് അത്ഭുതകരമായ വഴികളിലൂടെയാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം സംരക്ഷിച്ച ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് പറയുവാനുള്ളത്. ഈ ജീവിത കഥ കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും വേദനകളിലൂടെയോ അല്ലെങ്കിൽ തകർച്ചകളിലൂടെയോ ഒക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കും. ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവത്തിന് പദ്ധതികളുണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ വഴികളെ തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നിരാശയിൽ അകപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ വേണിച്ചേട്ടാ, ഈ അനുഭവം അനേകർക്ക് ആശ്വാസമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം.